ഡിവോഴ്സ്, അലിമണി ഇതൊക്കെ വളരെയധികം ചർച്ചയുടെ ടോപ്പിക്കാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീധനം വേണ്ട എന്ന് ഗോൾബോയം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അലിമണിയും വേണ്ട എന്ന് തന്നെ പറയണം. കാരണം കാശ് കൊടുത്ത് പെണ്ണെ അങ്ങോട്ട് അടിക്കേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് മേടിച്ച് വരുമ്പോൾ അവൻ്റെ നിന്ന് വീണ്ടും കാശ് മേടിച്ച് അവനെ ഊറ്റുന്ന കാര്യം മോശമല്ലേ പിള്ളേർ? അത് കോടികളുടെ കണക്കും പറഞ്ഞ് ഈയിടെയായിട്ട് ആൾക്കാർ വാങ്ങുന്ന അലിമണിക്കുണ്ടല്ലോ, കയ്യും കണക്കില്ല. മാരേജ് ആയിരുന്ന സമയത്ത് ഈക്വലി അയാളുടെ സമയവും മെന്റൽ ടോർച്ചർ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ മാത്രമല്ല ഈ കല്യാണം കഴിച്ച് തന്നിട്ടുള്ളത്. രണ്ട് കൂട്ടർക്ക് ഈക്വലി എക്സ്പെൻസ് വന്നിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ചേച്ചിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ചേച്ചി സിംപ്ലി പറഞ്ഞാൽ അലിമണി ഈസ് ലീഗൽ, ഡൗറി ഈസ് ഇല്ലീഗൽ. ഇവിടെ ഉള്ളവരൊക്കെ സ്ഥിരം കിടന്ന് ബഹളം വയ്ക്കുന്ന ഒരു കാര്യമാണ് ജെൻഡർ ന്യൂട്രൽ ലോ വേണം എന്ന്. എങ്കിലേ ഈ അലിമണി എന്നത് ഒരു ജെൻഡർ ന്യൂട്രൽ ലോ ആണ് കേട്ടോ ചേച്ചി. അതായത് പുരുഷന്മാർക്കും അലിമണി കിട്ടാനുള്ള വകുപ്പ് നമ്മുടെ രാജ്യത്തുണ്ടെന്ന്. അപ്പോൾ എങ്ങനെ അലിമണി എന്നത് രണ്ടു പേർക്കും ക്ലെയിം ചെയ്യാം. ഫസ്റ്റ് ലെസൺ ഫോർ യു. ഇനി ആണുങ്ങൾക്ക് അലിമണി കിട്ടിയ 1-2 കേസുകൾ കൂടി ഞാൻ പറയാം. ലളിത് മോഹൻ വേഴ്സസ് ത്രിപാഠി ദേവി 1988, റാണ സേത്തി വേഴ്സസ് സുനിൽ സേത്തി 2011. അപ്പോൾ ചേച്ചി ചോദിക്കും, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഭൂരിപക്ഷം അലിമണിയൊക്കെ കിട്ടുന്നു എന്ന്. അയ്യോ ചേച്ചി, ആരെങ്കിലും ടോക്സിക് ആയതുകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അല്ല അലിമണി കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ബ്രെഡ് വിന്നേഴ്സ് എന്ന് കണക്കാക്കപ്പെടുന്നത് പുരുഷന്മാരെയാണ്, ഭൂരിപക്ഷം സ്ത്രീകളെ ഹോം മേക്കേഴ്സ് എന്ന്. ഈ ഹോം മേക്കിംഗ് എന്നത് ഒരു അൺപെയ്ഡ് ലേബർ ആണെന്ന് കോടതി അങ്ങ് കരുതും. ആ സമയത്ത് അവർക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്കും നിലനിൽപ്പിനുള്ള സമ്പത്ത് ഉണ്ടാകാമായിരുന്നു. കഴിഞ്ഞില്ല. ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി അവരത് സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ വിവാഹമോചനം നേടുമ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പണം കൊടുക്കേണ്ടത് അവർ ആർക്ക് വേണ്ടിയാണോ പണിയെടുത്തത് അവരല്ലേ ചേച്ചി. ഇനി ജോലിയുള്ള സ്ത്രീകളിലേക്ക് വരാം. ഇന്ത്യയിൽ ജോലിയുള്ള സ്ത്രീകൾ പോലും ഏൺ ചെയ്യുന്നത് ആണുങ്ങളെക്കാൾ 20-30% വരെ കുറവാണ്. ഒരുപാട് സ്ത്രീകൾ വിവാഹത്തിന് ശേഷം പ്രസവത്തിന് വേണ്ടി ലോങ് ലീവ് എടുക്കുന്നതും അല്ലെങ്കിൽ ജോലി വരെ വിടുന്ന സാഹചര്യം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ജോലി ഇല്ലാതെയുള്ള ഈ ലോങ് ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നത് ആരുടെ കടമയാണ് ചേച്ചി? ഇന്ത്യയിലെ റൂറൽ ഏരിയകളിൽ ഡിവോഴ്സ്ഡായ സ്ത്രീകൾ നേരിടുന്ന സ്റ്റിഗ്മ വളരെ വലുതാണ്. ഇവർക്കൊരു ജോലി കിട്ടുക എന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാട്രിയാർക്കി എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളുടെ ലേബറിനെ ചൂഷണം ചെയ്ത് അവരുടെ ബോഡിയെ കൺട്രോൾ ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമാണ്. അതിൻ്റെ കോമ്പൻസേഷൻ കൂടിയാണെന്ന് അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു ഇല്ലീഗലായ കാര്യവും ലീഗലായ കാര്യവും കമ്പയർ ചെയ്ത് വിഡ്ഢിത്തരം വിളമ്പുന്നതിന് മുൻപ് ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ബേസിക് വിവരം കിട്ടും. അല്ലാതെ കോടികളുടെ കണക്കുള്ള ചില കഥകൾ എടുത്തു വച്ചിട്ട് ഇതിനെ ജനറലൈസ് ചെയ്യുകയല്ല വേണ്ടത്. അതെങ്ങനെ ചേച്ചിയുടെ സ്ഥിരം ഫോളോവേഴ്സിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. അപ്പോൾ മറ്റേ വിമൺ വിത്ത് കിരീടം, ഹേ ക്വീൻ യു ഡ്രോപ്പ് ദിസ് ഒക്കെ കിട്ടും. അപ്പോൾ ചേച്ചി, നമ്മൾ ഇന്ന് പഠിച്ച പാഠം എന്താണ്? അലിമണി ഈസ് എ ജെൻഡർ ന്യൂട്രൽ ലോ. അപ്പോൾ ശരി, ബൈ.